बेरोजगारी, महंगाई और आर्थिक संकट का स्थायी समाधान कांग्रेस के पास। गरीब परिवार के महिलाओं को सालाना 1 लाख रुपए, 30 लाख सरकारी नौकरियां, एजुकेशन लोन माफी, भूमिहीनों को जमीन, शिक्षित युवाओं को 1 लाख की अप्रेंटिसशिप, एमएसपी की गारंटी, किसानों की कर्ज माफी और हमारी ऐसी तमाम घोषणाओं को लेकर पूरे देश की जनता कांग्रेस की तरफ उम्मीद से देख रही है। जनता जीतेगी, कांग्रेस जीतेगी। എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ കടുക്കോലുകൾ ഇളക്കി കഴിയുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് വേണം. നമ്മുടെ ഇളക്കി മറിക്കുന്ന നമ്മുടെ വീടിനെ, നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ അഭിലാഷങ്ങളെ ഇളക്കി മറിക്കുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും നമ്മുടെ അടിത്തറ ഇളക്കുന്ന ചില സാഹചര്യങ്ങളും വേണം. എല്ലാം ശരിയാണ്, ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് ശക്തി നൽകുന്നതിന് ചില കൊടുങ്കാറ്റുകൾ അനിവാര്യമാണ്. Standing here 10 years into the rule of a racist, fascist and oppressive government, I have no hesitation in saying to you that we are at this moment in our nation's history standing in the eye of such a storm. ഇന്ന് 10 വർഷം റേസിസ്റ്റായ, വംശീയ വിദ്വേഷമുണ്ടാക്കുന്ന, ഫാസിസ്റ്റായ, അടിച്ചമർത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ഭരണശേഷം ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ഇടയിലാണ് ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. A storm that is wreaking havoc on the soul of India. ഇന്ത്യയുടെ ആത്മാവിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെയാണ് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. And I have no hesitation in saying to you that the time has come for each one of you to awaken. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേറ്റ് ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. As the great American leader Dr. Martin Luther King once said, the time has come to ask yourselves, what will happen to you if you do not stand up for what is right today? ഒരു മഹാനായ അമേരിക്കൻ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ അത് സ്വയം ചോദിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് എന്ത് സംഭവിക്കും? ശരിക്ക് വേണ്ടി ശരിയോടൊപ്പം നിൽക്കാൻ നമുക്കിന്ന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം സ്വയം ചോദിക്കാനുള്ള സമയം ഇന്നായിരിക്കുകയാണ്. In the Srimad Bhagavad Gita, Lord Krishna taught us to set aside fear, greed and ego and embrace the way of love, compassion and humility. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ അഹംഭാവവും ദേഷ്യവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിനയത്തെ, അനുകമ്പയെ ഉൾക്കൊള്ളാൻ, ഭയമില്ലാതെ ജീവിക്കാൻ അദ്ദേഹം ഭഗവത്ഗീതയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. How can we watch in silence while our beloved country is overrun by the untamed ego, greed and ruthless arrogance of the BJP, its allies and its supreme leader? ബിജെപിയുടെയും ബിജെപിയുടെ സഖ്യകക്ഷികളുടെയും ബിജെപിയുടെ പരമപ്രധാന നേതാവിന്റെയും അഹംഭാവം കൊണ്ട് നമ്മുടെ ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ അത്യാഗ്രഹം കൊണ്ട്, അവരുടെ വളർച്ചയിലുള്ള താല്പര്യം കൊണ്ട് ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിശബ്ദരായി നോക്കി നിൽക്കാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. How can we, the nation with the youngest population in the world, allow election after election to be decided on irrelevant and divisive issues rather than force our leaders